പ്യാരെ ബച്ചോ ആദാബ്. കഴിഞ്ഞ 5 ഭാഗങ്ങളിലായി ഉറുദു അക്ഷരമാല എങ്ങനെ എഴുതും, എങ്ങനെ വായിക്കും എന്നുള്ളതൊക്കെ നാം പഠിച്ചു അല്ലേ? ഇന്ന് നാം പറയാൻ പോകുന്നത് ഉറുദു പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അക്ഷരങ്ങളെക്കുറിച്ചാണ്. അത് എഴുതാനും വായിക്കാനും പഠിക്കും. ഓക്കെ, ഇന്ന് നാം പറയാൻ പോകുന്ന അക്ഷരങ്ങളാണിവ. ഉറുദു പഠിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഉറുദു അക്ഷരമാലയിൽ ഇവയെ നാം പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവയിൽ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം മദ് ആ. ഈ അക്ഷരത്തിൻ്റെ പേര് മദ് ആ. ഉച്ചാരണത്തിൽ പറയുമ്പോൾ ആ. അലിഫ് നാം പഠിച്ചതാണ്. അലിഫിന് ആകാരം അഥവാ അലിഫിനെ നീട്ടിപ്പറയുന്നു ആ. ഇനി മദ് ആ എഴുതുന്നത് എങ്ങനെ നോക്കിയാലോ? ശ്രദ്ധിക്കണേ. അലിഫ് നാം പഠിച്ചതാണ്. അലിഫ് എഴുതുന്നത് എങ്ങനെ എന്നും നാം പഠിച്ചതാണ്. അലിഫിനെ നീട്ടാനിടുന്ന അടയാളം ശ്രദ്ധിക്കണേ. താഴെ നിന്നും മുകളിലേക്കാണ് വരക്കുന്നത്. താഴെ നിന്നും മുകളിലേക്ക്. ഇനി മദ് ആ കൊണ്ട് തുടങ്ങുന്ന പദം നോക്കൂ. ആം. ആം, മാങ്ങ എന്നർത്ഥം. മറ്റൊരു പദം നോക്കൂ. ആംഖൻ. ആംഖൻ, ഉച്ചാരണം ശ്രദ്ധിക്കണേ. മുറ്റം എന്നർത്ഥം. അടുത്തത് നോക്കൂ. നൂൻ ഉന്ന. അക്ഷരത്തിന് പറയുന്ന പേര് നൂൻ ഉന്ന. ഇത് എഴുതുന്നത് നമുക്ക് അറിയാവുന്നതാണ്. നൂൻ നമ്മൾ പഠിച്ചതാണ്. എഴുതുന്നത് എങ്ങനെയെന്നൊക്കെ നാം പഠിച്ചതാണ്. അതിനെ പുള്ളിയില്ലാതെയാണ് എഴുതുന്നത്. നൂൻ ഉന്ന. ഇതിൻ്റെ ഉച്ചാരണമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചില പദങ്ങൾ പരിചയപ്പെട്ടാലോ? അതിലൂടെ നമുക്ക് ഉച്ചാരണം മനസ്സിലാക്കാം. നോക്കൂ. മാ. ശരിക്കും നോക്കൂ. മാ. മാൻ എന്നല്ല, മാം എന്നുമല്ല, മാ. ശബ്ദം തരിമൂക്കിലേക്ക് കയറണം. മാ. മറ്റൊന്ന് നോക്കൂ. ബാത്തേ. ബാത്തേൻ എന്നല്ല, ബാത്തേം എന്നുമല്ല, ബാത്തേ. തരിമൂക്കിലേക്ക് കയറിയിട്ടുള്ള ശബ്ദം ബാത്തേ. മറ്റൊന്ന് ശ്രദ്ധിക്കൂ. ബച്ചോം കി ദുനിയ. ബച്ചോം കി ദുനിയ. ബച്ചോ. ബച്ചോൻ എന്നല്ല, ബച്ചോം എന്നല്ല, ബച്ചോ. ഇനി മറ്റൊരു അക്ഷരം നോക്കാം. ഹംസ. ഹംസ എഴുതുന്നത് നോക്കണേ. ഹംസ ആ എന്ന് തന്നെയാണ് ഉച്ചാരണം. എങ്കിലും പദങ്ങളിൽ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നോക്കിക്കോളൂ. വാവിന് മുകളിൽ വന്ന ഹംസയെ നോക്കൂ. ആ ഓ. ഉച്ചരിക്കുന്നത് നോക്കൂ. ഓകാരമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ആ ഓ. മറ്റൊരു പദം ജാ ഓ. ജാ ഓ. ഹംസ ഏക്ക് മുമ്പിൽ വരുമ്പോൾ നോക്കൂ. ആ ഏ. ചരണം നോക്കണേ. ആ ഏ. ഏക്ക് മുമ്പിൽ വരുമ്പോൾ ഒരു ഏ ഉച്ചാരണത്തിലേക്ക് മാറുന്നുണ്ട്. ആ ഏ. മറ്റൊരു പദം നോക്കൂ. ജായേ. ജായേ എഴുതുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണേ.
ചില കുട്ടികളെങ്കിലും ഹംസ എഴുതുമ്പോൾ 2 പുള്ളി ഇടുന്നതായിട്ട് കാണാം. പുള്ളിയല്ല എന്ന് നമ്മൾ ഹംസ എഴുതുന്നതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഹേ. ഇത് നമ്മൾ പഠിച്ച അക്ഷരമാണ്. നമ്മുടെ ഉറുദുവിൻ്റെ അക്ഷരമാലയിൽ പഠിച്ച ഹേ. എങ്കിലും ഇതിന് ചോട്ടി ഹേ എന്ന് പേര് പറയുന്നു. ചോട്ടി ഹേ. ഒപ്പം മറ്റൊരു ഹേ കൂടെയുണ്ട്, ശ്രദ്ധിച്ചോളൂ. കണ്ടല്ലോ, ദോ ചശ്മി ഹേ. ഇതിന് പറയുന്ന പേര് ദോ ചശ്മി ഹേ. दो चश्मे हैं. ആദ്യത്തെ ഹേ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ദോ ചശ്മി ഹേ എന്നുള്ളത് അടുത്ത ഭാഗത്തായി നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ആ ക്ലാസ്സും കൂടെ നിങ്ങളെല്ലാവരും കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യം ചോട്ടി ഹേ നോക്കാം. ഇതിലെ ഉച്ചാരണം നാം മുമ്പ് പഠിച്ചതാണ്. എഴുതുന്നത് എങ്ങനെയെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചിരുന്നു. ചോട്ടി ഹേ എഴുതുന്നതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഉച്ചാരണം നമുക്ക് അറിയാവുന്നതാണ്. ഹേ എഴുതുമ്പോൾ തുടക്കത്തിൽ എഴുതുന്ന ഹേ, മധ്യത്തിൽ എഴുതുന്ന ഹേ, അവസാനത്തിൽ ഒന്നിനോട് ചേർന്ന് വരുമ്പോൾ എഴുതുന്ന ഹേ, അവസാനം ഒന്നിനോടും ചേരാതെ ഒറ്റയായി നിൽക്കുന്ന ഹേ. ഇങ്ങനെ ചോട്ടി ഹേ 4 വിധത്തിലുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തിൽ എഴുതുന്ന ഹേ നോക്കിക്കോളൂ. ഒരു ഉദാഹരണം, ഒരു പദം നോക്കാം. ഹോട്ടൽ. കണ്ടല്ലോ, ഹോട്ടൽ അർത്ഥം അറിയാവുന്നതാണ്. ഹോട്ടൽ എന്നെഴുതിയപ്പോൾ തുടക്കത്തിൽ വന്ന ചോട്ടി ഹേ നോക്കൂ. ഓക്കെ, അത് എങ്ങനെ എഴുതുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടു, നോക്കൂ. ആദ്യം ഒരു ചെറിയ കൊളുത്ത് വരക്കും, താഴെ 6 ചെറിയ ഒരു 6 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് വാവ്. അങ്ങനെ നമ്മൾ ഹോട്ടൽ എന്ന് എഴുതുന്നു. ഓക്കെ, കണ്ടല്ലോ. മറ്റൊരു വാക്ക് നോക്കൂ, ഹാക്കി. ഹാക്കി എഴുതിയത് നോക്കണേ, ഹോക്കി എന്നർത്ഥം. ഈ ചോട്ടി ഹേ എന്നുള്ളത് നടുവിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കണേ. ബഹുത്. വാക്ക് നോക്കൂ, ബഹുത്. ഹേ എന്ന് എഴുതിയത് കണ്ടല്ലോ. എഴുതുന്നത് നോക്കണേ. ഓക്കെ, മറ്റൊരു വാക്ക് നോക്കൂ, കഹാനി. എങ്ങനെ? കഹാനി, കഥ എന്നർത്ഥം വരുന്ന കഹാനി. എഴുതിയത് കണ്ടല്ലോ. ഇനി അവസാനം വരുന്ന ഹേ നോക്കൂ. അത് ഒന്നിനോട് ചേർന്ന് വരുമ്പോൾ വരുന്ന ഹേ നോക്കണേ. യേ. യേ. യഹ് എന്നാണെങ്കിലും ഉച്ചരിക്കുമ്പോൾ യേ. കണ്ടല്ലോ, എഴുതുന്നത് കണ്ടല്ലോ. മറ്റൊരു പദം നോക്കൂ, ഡാക്കിയ. ഡാക്കിയ. ഒരു ഹയുടെ ചെറിയൊരു ഉച്ചാരണം അവസാനം വരും. ഡാക്കിയ. മറ്റൊരു വാക്ക് നോക്കൂ,
ബസ്ത ബസ്ത ബാഗ് എന്നർത്ഥം. ഇനി അവസാനത്തിൽ ഒന്നിനോടും ചേർന്ന് വരാതെയുള്ള ഹേ നോക്കണേ. ഒരു പദത്തിൽ വന്നാൽ ബാദ്ഷാ ബാദ്ഷാ. നോക്കണേ, ഹേ വന്നത് കണ്ടല്ലോ, ഒന്നിനോടും ചേർന്ന് വരാതെയുള്ള ഹേ. ചെഹ്ര ചെഹ്ര. ചെഹ് എന്നോടത്തുള്ള ഹേ മധ്യത്തിൽ വരുന്ന ഹേ ആണ്. അവസാനം വരുന്ന ഹേ നോക്കൂ, ചേർന്ന് വരാതെയുള്ള ഹേ. ചെഹ്ര മുഖം എന്നർത്ഥം. അടുത്ത ഹർഫ് ശ്രദ്ധിക്കൂ. ബഡിയേ ബഡിയേ. എ അല്ലെങ്കിൽ ചോട്ടി എ എന്നുള്ളത് നാം മുമ്പ് പഠിച്ചതാണ്. ഇത് ബഡിയേ. ബഡിയേ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കൂ. വളരെ എളുപ്പമാണ് അല്ലേ? बढ़िए ഇനി പദങ്ങളിൽ വരുമ്പോഴുള്ള മാറ്റം ശ്രദ്ധിച്ചു നോക്കൂ. മേരെ മേരെ. ഈ ബഡിയെ അക്ഷരത്തോട് ഒട്ടിച്ചേർന്ന് വരുന്നതല്ല, വേറിട്ട് നിൽക്കുന്നതാണ്. കണ്ടല്ലോ. ഇനി ചേർന്ന് വരുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കൂ. നീലെ നീലെ. ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് ബഡിയെ. ഇത് നോക്കൂ. ഹേ ഹേ. ഉറുദുവിൽ വളരെ പ്രധാനപ്പെട്ടതാണിത്. എഴുതുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണേ. ചോട്ടി ഹേ മുമ്പ് നാം പഠിച്ചതാണ്. അതിനോടൊപ്പം ബഡി യെ എന്നും കൂടെ ചേരുന്നു. ഹേ ആകുന്നു എന്നർത്ഥം വരുന്ന ഹേ. ചോട്ടി ഹേ എന്നുള്ളത് തുടക്കത്തിലാവുമ്പോൾ എങ്ങനെ എഴുതണം നാം പഠിച്ചതാണ്. അതോടുകൂടെ ബഡി യെ എന്നുള്ളതും കൂടെ ചേരുന്നു. എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ഹേ ഹേ. ഇന്ന് നാം പറഞ്ഞ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മദ് ആ, നൂൻ ഉന്ന, ഹംസ, ചോട്ടി ഹേ, ബഡി യെ. ഇവ ചേർന്നു വന്ന വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? നമുക്കത് നോട്ടുപുസ്തകത്തിലേക്കൊന്ന് പകർത്തി നോക്കിയാലോ. ഏതൊക്കെയാണ് ആ വാക്കുകൾ? മദ് ആ കൊണ്ടുവരുന്ന വാക്കുകളൊന്ന് ഓർത്തു നോക്കൂ. ആം, ആംഗൻ, ആലു. നൂൻ ഉന്ന കൊണ്ടുവന്നിരുന്നു കുറെ വാക്കുകൾ. നോക്കൂ. മാ, ബാത്തേ, ബച്ചോ. ഹംസ വന്ന വാക്കുകൾ നോക്കൂ. ആ ഓ, ജാ ഓ, ലാ ഓ. ആയേ, ജായേ, ലായേ. ചോട്ടി ഹേ കൊണ്ടുവന്ന വാക്കുകൾ നോക്കൂ. ഹോട്ടൽ, ബഹുത്, डाकिया. ये, नहीं, बादशाह. बड़ी ये കൊണ്ടുവന്നത് നോക്കൂ. മേരെ, നീലെ, ഗായേ. ഇതുപോലെ ഭംഗിയായി നോട്ടുപുസ്തകത്തിലൊന്ന് എഴുതി നോക്കൂ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പദങ്ങളിൽ അവ വരുമ്പോൾ എന്തു മാറ്റങ്ങളാണ് വരുന്നതെന്നും എങ്ങനെ എഴുതണം, എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചല്ലോ. ഓക്കെ, അടുത്ത ഭാഗത്ത് ഇനിയും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.